നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. 2 ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശനത്തിലായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയിൽ നടന്നത്. ഇറാനടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷം, മറ്റ് ലോകഭാഗങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ ഇതെല്ലാം നിലനിൽക്കുകയാണ്. 2 രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 2 രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ ബീജിംഗിൽ കൂടിക്കണ്ടതും ചർച്ചകൾ നടത്തിയതും. എന്തായാലും ഈ ചർച്ചകൾ അവസാനിപ്പിച്ച് അമേരിക്കൻ സംഘം മടങ്ങുമ്പോൾ വിചിത്രമായ ഒരു കാര്യം നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് മാധ്യമങ്ങൾ. നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു വേസ്റ്റ് ബിന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിമാനമാണ് തൊട്ടടുത്ത് കിടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യാത്ര ചെയ്യുന്ന ലോക പ്രശസ്തമായ എയർഫോഴ്സ് 1 എന്ന അമേരിക്കൻ സൈനിക വിമാനമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ആ വിമാനത്തിൻ്റെ അരികിലാണ് ഇപ്പോൾ വലിയൊരു വേസ്റ്റ് ബിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വേസ്റ്റ് ബിന്നിലേക്ക് നിറയെ സാധനങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിൽ കാണാൻ കഴിയും. ഇതെല്ലാം അമേരിക്കൻ സംഘത്തിന് ചൈനയിൽ ലഭിച്ച സമ്മാനങ്ങളാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ്, വൈറ്റ് ഹൗസ് സ്റ്റാഫുകൾ, അതോടൊപ്പം തന്നെ പത്രപ്രവർത്തകർ, അതോടൊപ്പം വ്യവസായ പ്രമുഖർ, ഇവരെല്ലാം അടങ്ങുന്ന ഒരു സംഘമാണ് ചൈനയിലേക്ക് യാത്ര ചെയ്തത്. 2 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഈ സംഘം എയർഫോഴ്സ് 1 വിമാനത്തിൽ തിരികെ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ ഒരു ചൈനീസ് വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഈ സമ്മാനങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്ന വേസ്റ്റ് ബിന്നിലേക്ക് അമേരിക്കയുടെ സുരക്ഷാ ഉപദേശകർ കൊണ്ട് കളയുകയാണ്. ഈ സമ്മാനങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ചൈനീസ് സംഘം അമേരിക്കയിലേക്ക് കൊണ്ടുപോകാത്തത്? നമുക്കറിയാം, അന്താരാഷ്ട്ര കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിലപിടിപ്പുള്ളതും അല്ലാത്തതുമായ സമ്മാനങ്ങൾ നൽകാറുണ്ട്. ഈ സമ്മാനങ്ങളെല്ലാം അതാത് രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരികയും വിലപിടിപ്പുള്ളവ അത് കൃത്യമായി തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് സൂക്ഷിക്കുകയും ഒക്കെയാണ് സാധാരണ രാഷ്ട്രത്തലവന്മാർ ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ അദ്ദേഹം ലേലം ചെയ്ത് വിൽക്കുന്നതും പിന്നീട് അതിലൂടെ കിട്ടിയ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതേ സമ്മാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മുൻ പ്രസിഡന്റ് ഇമ്രാൻഖാനെ ജയിലഴികളിൽ കിടത്തിയിരിക്കുന്നതും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ തോഷാഖാന എന്ന് പറയുന്ന ആ നിയമത്തിന് വിരുദ്ധമായി സ്വന്തമായി ഉപയോഗിച്ചു എന്ന കേസിൽപ്പെടുത്തിയാണ് ഇപ്പോൾ ജയിലറകൾക്കുള്ളിലേക്ക് വിവരം പോലും പുറത്തുവിടാതെ ഇമ്രാൻഖാനെ തള്ളിയിരിക്കുന്നത്. ഇങ്ങനെ ഈ സമ്മാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒടുവിലായി വരുന്ന കഥയാണിത്. ഇത് കഥയല്ല, നടന്നതാണ്. അമേരിക്കൻ സംഘത്തിന് വിവിധ മീറ്റിങ്ങുകളിൽ നിരവധി ചർച്ചകൾ നടന്നു. ഈ മീറ്റിങ്ങുകളിലെല്ലാം ചൈനീസ് സംഘം വിലപ്പെട്ട സമ്മാനങ്ങളാണ് അമേരിക്കൻ സംഘത്തിന് നൽകിയത്. ആ സമ്മാനങ്ങളാണ് ഇങ്ങനെ ചൈനീസ് വിമാനത്താവളത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോകുന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഉപേക്ഷിച്ചു പോവുക എന്ന ഒരു ധാർഷ്ട്യം നമുക്കതിനകത്ത് കാണാം. മാത്രമല്ല, ഇത് നൽകിയ രാജ്യമായ ചൈനയെ അപമാനിക്കുന്നു എന്ന രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതൊന്നും അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നില്ല. അമേരിക്കൻ നിയമപ്രകാരം ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തരത്തിൽ ചൈനയിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളൊന്നും സ്വന്തം രാജ്യമായ അമേരിക്കയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുന്നത്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ചൈന ചാരപ്രവർത്തനം നടത്തുമെന്നും രഹസ്യങ്ങൾ ചോർത്തുമെന്നുമുള്ള ഭയമാണ്. എയർഫോഴ്സ് 1 എന്നത് അതീവ സുരക്ഷയുള്ള ഒരു വിമാനമാണ്. ഇന്ന് ട്രംപിന് ലോകത്തെമ്പാടും വലിയ സുരക്ഷയാണ് നൽകുന്നത്. ലോകോത്തരമായ സുരക്ഷയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്നത്. കാരണം അദ്ദേഹം യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അധികാരിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിമാനയാത്രകൾ അതീവ സുരക്ഷിതത്തോടു കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. എയർഫോഴ്സ് 1-ൽ കയറുന്ന ഇത്തരം ആളുകളുടെ കയ്യിലുള്ള ചൈന നൽകിയിട്ടുള്ള സമ്മാനങ്ങളിൽ നിരീക്ഷണ ഉപകരണങ്ങളോ രഹസ്യം ചോർത്തുന്ന ഉപകരണങ്ങളോ ഉണ്ടാകാം എന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഇങ്ങനെ എയർഫോഴ്സ് 1-നകത്ത് നടക്കുന്ന അതീവ രഹസ്യമായ കാര്യങ്ങൾ എയർഫോഴ്സ് 1-നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ അമേരിക്കയിലേക്ക് ഈ സമ്മാനങ്ങൾ എത്തിയാൽ അവിടെ നിന്ന് നിർണായകമായ വിവരങ്ങൾ ചോർത്തുക, ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ സഹായകമാകുന്ന ചാര ഉപകരണങ്ങൾ ഈ സമ്മാനങ്ങളിൽ അതീവ രഹസ്യമായി ഘടിപ്പിച്ചിട്ടുണ്ടാകാം. അതിനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനയിൽ നിന്നും ഒന്നും തിരികെ അമേരിക്കയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് അമേരിക്കൻ സുരക്ഷാ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നതും ഈ സമ്മാനങ്ങളെല്ലാം ആർക്ക് എന്തു തോന്നിയാലും അവിടെ ഈ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച് വരികയും ചെയ്തത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കേവലം സമ്മാനങ്ങൾ തിരികെ
തിരികെ കൊണ്ടുവരിക എന്നത് മാത്രമല്ല, ഒട്ടനവധി സുരക്ഷാ ക്രമീകരണങ്ങൾ അമേരിക്കൻ സംഘത്തിന് ഏർപ്പെടുത്തിയിരുന്നു എന്നാണ് സൂചന. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലടക്കം സന്ദർശനം നടത്തിയപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ബാഗിലാക്കി റഷ്യൻ സംഘം തിരികെ കൊണ്ടുപോയിരുന്നുവെന്നും അതിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നത് തടയാനാണ് ഇത്തരത്തിലുള്ള നടപടിയെന്നുമൊക്കെയുള്ള വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചതാണ്. ഇതുപോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ സംഘവും സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ സംഘം ഈ ചൈനയിൽ വന്നപ്പോൾ, ചൈന സന്ദർശനം നടത്തിയപ്പോൾ ആശയവിനിമയത്തിന് ഉപയോഗിച്ച ഫോൺ അവർ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളോ മറ്റ് ഡിവൈസുകളോ ആയിരുന്നില്ല. ഈ സംഘത്തിന് പ്രത്യേകമായി ഒരു താൽക്കാലിക ഫോൺ നൽകിയിരുന്നു. ഈ താൽക്കാലിക ഫോണ് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ പ്രത്യേക നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്നവയാണ്. ഈ ഫോണുകൾ ഉപയോഗിച്ചാണ് ചൈനയിൽ അമേരിക്കൻ സംഘം ആശയവിനിമയം നടത്തിയിരുന്നത്. മാത്രമല്ല, അവരുടെ സ്വകാര്യ ഗാഡ്ജറ്റുകളൊന്നും ചൈനയിൽ ഉപയോഗിക്കരുതെന്നും ആ സ്വകാര്യ ഗാഡ്ജറ്റുകൾ ഒരു പ്രത്യേക ബാഗിൽ അമേരിക്ക നൽകിയിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്താൻ കഴിയാത്ത സിഗ്നലുകൾ ജാം ചെയ്യുന്ന പ്രത്യേക ബാഗിനകത്ത് സൂക്ഷിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. അങ്ങനെ സ്വന്തമായിട്ടുള്ള മൊബൈൽ അടക്കം ലാപ്ടോപ്പും അതുപോലെയുള്ള മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളുമെല്ലാം പ്രത്യേകം അതീവ സുരക്ഷയുള്ള ഒരു ബാഗിനകത്ത് സൂക്ഷിച്ചതിന് ശേഷം താൽക്കാലിക ഫോണുകളാണ് പരസ്പരമുള്ള ആശയവിനിമയത്തിന് ഉപയോഗിച്ചത്. മാത്രമല്ല, ഈ ഫോണുകൾ, താൽക്കാലികമായി ഉപയോഗിക്കുന്ന ഫോണുകൾ തിരികെ അമേരിക്കയിലേക്ക് ആ രീതിയിൽ കൊണ്ടുപോകാനും പാടില്ല. ഇത് മുഴുവൻ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച ശേഷമാണ് ഈ ഫോണുകൾ തിരികെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളും ചൈനീസ് മാധ്യമങ്ങളുമെല്ലാം ഈ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രചരിക്കുന്ന ഇത്തരം ചിത്രങ്ങളുമെല്ലാം ആളുകൾ കൗതുകത്തോടു കൂടി വിലയിരുത്തുകയാണ്. രണ്ട് രാജ്യത്തലവന്മാർ സന്ദർശനം നടത്തുമ്പോൾ, അതീവ സുരക്ഷയിൽ ആശയവിനിമയം നടത്തുമ്പോൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ചർച്ചകൾ നടത്തുമ്പോൾ, അന്താരാഷ്ട്ര വ്യാപാരവും സമാധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവ് കൂടിയാണ് അമേരിക്കൻ സംഘം ഈ സമ്മാനങ്ങൾ, ഏറെ ആദരവോടുകൂടി നൽകിയ സമ്മാനങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയത്. മലയാളി വാർത്ത പ്ലസ്, like, share and subscribe.